നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ്. ഈ സംഭവം ഒരു മെഡിറ്റേഷൻ സെഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു പെൺകുട്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിച്ചു. സെഷനിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് പേടി തോന്നുന്നു, ബോഡി മൊത്തം ഷിവർ ചെയ്യുന്നു, ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആ രീതിയിൽ തോന്നിപ്പോയി എന്ന് പറഞ്ഞു. 20 മിനിറ്റ് വരുന്നൊരു മെഡിറ്റേഷൻ സെഷനാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്താണെന്നിങ്ങനെ ചോദിച്ച് വന്ന് മനസ്സിലായി, ഈ കുട്ടി 5 വയസ്സുള്ള സമയത്ത്, 5-6 വയസ്സ് സമയത്ത് ഒരു മരണം കണ്ടു. ആ മരണം ഒരു ലേഡി വിഷം കുടിച്ച് മരിക്കുന്ന മരണം കണ്ടു. അവരിങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്നു, വായുന്നൊരയും പതിയും വരുന്ന മുഖം. ഇന്ന് 35-36 വയസ്സെന്തുണ്ടോ കുട്ടി ഇപ്പോൾ, ആ 36 വയസ്സുള്ള ആ ലേഡിക്ക് ഇന്ന് ആ മനസ്സിന് സാധനം പോകുന്നില്ല. അതിൻ്റെ അർത്ഥം അത് എവിടെ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള മേഖലകളെല്ലാം ആ പെൺകുട്ടി അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നമുക്ക് മൈൻഡിൽ നിന്ന് കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു. സിമ്പിൾ സാധനം ഇത്രേ ഉള്ളൂ. വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും 5 വയസ്സിലേക്ക് പോകാൻ പറഞ്ഞു. 5 വയസ്സ് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റി. ആ സിറ്റുവേഷൻ നമുക്കത് കാണാം. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഉള്ളിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരീരം ഭയങ്കര ശിവരെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും കാണാൻ പറഞ്ഞു. ഇപ്പോൾ നൊരയും പതയും വരുന്ന ആൾ നിങ്ങളെന്തൊക്കെ ചിരിക്കുന്നതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. നോക്കി ചിരിക്കുന്നു, തമാശ കാണിക്കുന്നു, ഞാൻ വിഷം കുടിച്ചതല്ല, ഞാൻ അഭിനയിച്ചതാണ്, ഈ രീതിയിൽ കാണിച്ച രീതിയിൽ വളരെ ഫാൻറ്റസി മൂഡ് ഞാൻ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. ഒരു 10-15 മിനിറ്റ് സെഷൻ ചെയ്ത് എങ്ങനെയുണ്ട് വെച്ചപ്പോൾ ഇപ്പോൾ ഓക്കെയാണ്, നന്നായിട്ടുണ്ട്. വീണ്ടും അതിനുശേഷം വീണ്ടും എക്സസൈസ് ചെയ്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ചോദിച്ചു പറഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കുറേയൊക്കെ മാറി. നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്ത് മനസ്സിലാകുന്നത് പരിപൂർണ്ണമായിട്ടും പോവാം. അത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തെറാപ്പി പോലെ സീരിയസ് സെഷനിലേക്ക് പോകേണ്ടി വരും. ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഒരു സിമ്പിൾ ടെക്നിക്ക്, ഫാൻറ്റസി മൂടി കിടക്കുന്ന ചെറിയൊരു സാധനം, മനസ്സിൽ കിടക്കുന്ന സാധനം ആ കുട്ടിക്ക് മനസ്സിൽ കളയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും പഴകിയ ട്രോമയോ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മളെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ പല മേഖലകളും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ചെയ്തതിന് ശേഷം അത് മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് കളയാമെങ്കിൽ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടു കൂടി ഇന്നത്തെ ജീവിതം നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. കാണാം.